ആശ്വാസധാരയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം പതിവ് പോലെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവെ സ്വാഗതം. ഞാൻ കത്തൊന്ന് വായിക്കാം. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. പണ്ടൊക്കെ മാമോദീസ നൽകിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥൈര്യലേപനവും കുർബാനയും നൽകുന്നത്. അടുത്ത കാലത്ത് ഈ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന ഇവ ശിശുക്കൾക്ക് ഒരുമിച്ച് നൽകുന്നു. എന്നാൽ ലത്തീൻ ഇടവകകളിൽ പഴയ രീതി തുടർന്നു വരുന്നതായിട്ടും കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വ്യത്യാസം? ഇതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ശിശു മാമോദീസ തെറ്റാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഇവർക്ക് എന്തു മറുപടി നൽകാനായിട്ട് സാധിക്കും? ഇത്രയാണ് പ്രധാനമായിട്ടും ഈ കത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. രണ്ട് പ്രസക്തമായ സഭാപരമായ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പ്രാരംഭ കൂദാശകളെന്ന് അറിയപ്പെടുന്ന മാമോദീസ, തൈലാഭിഷേകം, പരിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ ഒരുമിച്ച് നൽകപ്പെടുന്ന ഒരു പാരമ്പര്യത്തിലേക്ക് സിറോ മലബാർ സഭ ഇന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ശിശു മാമോദീസയെക്കുറിച്ച്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദ്യകർത്താവ് തന്നെ പറഞ്ഞിരുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നു നേരത്തെ പണ്ട് മുതൽ നമ്മൾ ആചരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരുമിച്ച് കൊടുക്കുന്ന രീതി എന്ന്. സത്യത്തിൽ അത് അങ്ങനെയല്ല. സഭയുടെ ആരംഭകാലം മുതൽ തന്നെ പ്രാരംഭ കൂദാശകൾ ഒരുമിച്ച് കൊടുക്കുന്ന ശൈലിയാണ് ഉണ്ടായിരുന്നത്. പ്രാരംഭ കൂദാശകളെന്ന് പറയുമ്പോൾ മാമോദീസായും തൈലാഭിഷേകം അല്ലെങ്കിൽ സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയുമാണ്. പിന്നീട് ഈ രീതിക്ക് മാറ്റം പിന്നീട് വന്നൊരു മാറ്റമാണത്. എന്തുകൊണ്ടാണ് ഇത് ഒരുമിച്ച് നൽകുന്നത് എന്നത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രസക്തി, മാമോദീസായിലൂടെ ഒരു വ്യക്തി ഈശോ മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്നുകൊണ്ട് പുതിയ സൃഷ്ടിയായിട്ട് ദൈവപിതാവിൻ്റെ മകനോ മകളോ ആയി വീണ്ടും ജനിക്കുകയാണ്. ആ ഒരു വീണ്ടും ജനനത്തെക്കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് നിക്കോദേമോസിനോട് കർത്താവ് സംസാരിക്കുമ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീണ്ടും ജനനത്തിലൂടെ ദൈവപിതാവിൻ്റെ മകനും മകളുമായിട്ട് മാറുന്ന മാമോദീസായിലൂടെ ഒരാൾ സഭയുടെ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ അത് പൂർത്തിയാവുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ട്, ത്രിയേകദൈവം കുടികൊള്ളുന്നുണ്ട്. പക്ഷേ പന്തക്കുസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് അപ്പസ്തോലന്മാർ ധൈര്യത്തോടു കൂടി, അവർ എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്തോടു കൂടി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ. ഏതൊരു മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയും അന്നു തന്നെ പ്രേക്ഷിതയായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം കൂടി ഓരോ ക്രിസ്ത്യാനിയും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അനിവാര്യമായ കടമയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ധീരമായി വിശ്വാസം ജീവിക്കാനുമുള്ള കരുത്ത് നമുക്ക് ആവശ്യമാണ്. അത് തൈലാഭിഷേകത്തിലൂടെ ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ തിരുശരീരത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ ഒന്നായി തീരുകയാണ് കൂദാശയിലൂടെ. അപ്പോൾ മിശിഹായോടുള്ള വലിയ ആത്മബന്ധത്തിലേക്ക് വന്നു. അപ്പോൾ ഈ കൂദാശകൾ ഒരുമിച്ച് സ്വീകരിക്കുന്നതിലൂടെ ഈ വലിയൊരു ദൈവകൃപയിലേക്ക് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് എത്തിച്ചേരുക ചെയ്യുന്നത്. അതായിരുന്നു ആദിമസഭയുടെ തന്നെ പാരമ്പര്യം. അത് ലത്തീൻ സഭയ്ക്കും പൗരസഭകൾക്കും എന്നല്ല എല്ലാ സഭകൾക്കും തുടക്കം അന്ന്. പിന്നീടാണല്ലോ ആ ഒരു വ്യത്യാസമൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് മൂന്ന് ഒരുമിച്ച് നൽകുന്ന രീതി എല്ലായിടത്തും അങ്ങനെ ആദിമസഭയുടെ ഒരു പാരമ്പര്യമായിരുന്നു. പിന്നീടാണ് അത് പൗരസ്ത്യം, പാശ്ചാത്യം എന്ന വിഭജനമൊക്കെ പിന്നീട് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ സഭയുടെ ആദ്യകാല പാരമ്പര്യം തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് പൗരസ്ത്യ സഭകൾ അങ്ങനെ തുടരുകയും ചെയ്തിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണിത് ലത്തീൻ സഭയിലാണെങ്കിലും അങ്ങനെ മാറിയത് എന്ന് ചോദിച്ചാൽ, ഈ മൂറോൻ തൈലം പൂശിക്കൊണ്ട് കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്, തൈലാഭിഷേക പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിന്. അത് അപ്പസ്തോല പിൻഗാമികളായ മെത്രാന്മാരാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നൊരു ചിന്തയുടെ വളർച്ചയിലാണ് മെത്രാന്മാർ സ്ഥൈര്യലേപനം കൊടുക്കുക എന്നൊരു ആശയം വന്നത്. പക്ഷേ എല്ലായ്പ്പോഴും മാമോദീസ കൊടുക്കുന്ന സമയത്ത് ഓരോ കുട്ടിയുടെയും കാര്യത്തിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും കാര്യത്തിൽ അവിടെ മെത്രാന്മാരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു സമയത്തേക്ക്, കുറച്ചുകൂടെ വളർച്ചയുടെ വഴിയിൽ മുമ്പോട്ട് പോയതിനു ശേഷം മറ്റൊരു സമയത്തേക്ക് വർഷങ്ങൾക്ക് പിന്നീടതിന് ശേഷം അത് മാറ്റിവെക്കുന്ന ഒരു രീതി ലത്തീൻ സഭയിൽ രൂപപ്പെട്ടു വന്നു. അങ്ങനെ അത് മാറ്റിവെക്കുന്നു. അങ്ങനെ പിന്നീട് സ്ഥൈര്യലേപനം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഉദാശയായിട്ട് അത് ലത്തീൻ സഭയിൽ അത് മെത്രാന്മാരാണ് സാധാരണയായിട്ട് പരികർമ്മം ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ പൊതുവായ ഒരു ശൈലി. പക്ഷേ വൈദികർക്കും അതിന് അനുവാദമൊക്കെ ഉണ്ട്.
പൗരസഭകളുടെ വൈദികർ തന്നെയാണ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ പിന്നീട് ആ ഒരു സ്വാധീനം 16-ാം നൂറ്റാണ്ടോടുകൂടി നമ്മുടെ സിറോ മലബാർ സഭയിലും ഈ പൗരസ്ത്യ സഭയായ നമ്മുടെ സഭയിൽ പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയുടെ ഒരു സ്വാധീനവും അതിൻ്റെ ഒരു അതിന് കടന്നുവരവിനും ശേഷമാണ് ഇത് നമ്മൾ സ്വീകരിക്കാനിടയായത്. അതുകൊണ്ട് നമ്മുടെ ആദിമ പാരമ്പര്യം എന്ന് പറയുന്നത് പൗരസഭകൾക്കെല്ലാം തന്നെ ഇങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കേണ്ടതുമാണ്. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1244 കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൗരസ്ത്യ സഭകളുടെ സഹജമായ പാരമ്പര്യം അനുസരിച്ച് ഈ പ്രവേശക കൂദാശകളായ മാമോദീസായും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് നൽകുന്ന ശൈലിയാണുള്ളത്. അതാണ് അവർ തുടരേണ്ടതും എന്ന് പറയും. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കൗൺസിലിൻ്റെ പ്രമാണരേഖകളെല്ലാം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 2 പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്: റിസോഴ്സ്മെൻറ്റ് ആൻഡ് അജോർണമെൻറ്റോ. അതായത് ഉറവിടങ്ങളിലേക്ക് മടങ്ങുക. സഭ അതിൻ്റെ വളർച്ചയുടെ വഴിയിൽ 2000 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഉറവിടത്തിലേക്ക് കൂടുതലായിട്ട് അത് മടങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് കൗൺസിൽ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കണ്ടെത്തുകയാണ്. സഭയ്ക്ക് അതിൻ്റെ ചൈതന്യം കൂടുതൽ ആർജിച്ചെടുക്കാൻ, കുറേ കൂടി അത് ചൈതന്യവത്തായിട്ട് മുൻപോട്ട് നീങ്ങാൻ അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങണം. അങ്ങനെ ഒരു ഉറവിടങ്ങളിലേക്കുള്ള മടക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു പാരമ്പര്യം തിരികെ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവേശക കൂദാശകൾ അർത്ഥപൂർണമായി ഒരുമിച്ച് നൽകുന്ന ആ ശൈലി നമ്മൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസമുള്ളത്. ലത്തീൻ സഭയിൽ അത് പിന്നീട് അങ്ങനെ വന്നതുകൊണ്ട് അതങ്ങനെ തുടരുന്നെന്ന് മാത്രമല്ല, ഇത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ശൈലി വളരെ നല്ലതും സ്വീകാര്യവുമായിരുന്നു, ആദിമസഭയുടെ തുടർച്ചയിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മളത് വീണ്ടും തിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ ചില സിറോ മലബാർ സഭയിൽ തന്നെ ഇതിനകത്ത് കത്തി സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും സിറോ മലബാർ സഭ അതിൻ്റെ ഒരു തിരിച്ചുവരവിലാണ് ഈ ആശയത്തിൽ. ചില രൂപതകളിലൊക്കെ ഇനിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അത് സാവധാനം ഒരു കാറ്റഗേസിസിലൂടെ ആളുകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ഒരു ചൈതന്യത്തിലേക്കും ശൈലിയിലേക്കും അത് എത്തേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. ഈ പാരമ്പര്യത്തിൽ കിടക്കുന്ന നമ്മുടെ ചില അംശങ്ങളെ നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സമകാലികമായ ഒരു സാഹചര്യത്തെ കൂടി വിലയിരുത്തിക്കൊണ്ട് വേണ്ടേ അത്തരം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനായിട്ട്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. സമകാലികം അത് തന്നെയാണ് 2 ആശയങ്ങൾ കൗൺസിൽ പറയുന്നത്. ഒന്ന് റിസോഴ്സ്മെൻറ്റ്, മറ്റൊന്ന് അജോർണമെൻറ്റോ. ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് അത് റിസോഴ്സ്മെൻറ്റ് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്. അജോർണമെൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക സാഹചര്യങ്ങളോട് സംവദിക്കാൻ പാകത്തിൽ സഭയുടെ വിശ്വാസവും പ്രവർത്തനവും ശൈലിയും രൂപപ്പെടുത്തുക. പക്ഷേ കാലിക സാഹചര്യങ്ങളോട് സംവദിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ പരിഷ്കരണങ്ങളും നടത്തേണ്ടതും, അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ആ സോഴ്സിൽ നിന്നുള്ളൊരു ഓർഗാനിക് ഗ്രോത്തിന് വിഘാതമായിട്ട് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. എന്നാൽ ഇന്നത്തെ കാലത്തിന് ചേരുന്ന വിധം, ഉദാഹരണത്തിന് ആദ്യകാലങ്ങളിൽ മാമോദീസ നൽകിയിരുന്നത് മുഴുവനായിട്ട് മുങ്ങിയായിരുന്നു. മാമോദീസ മുങ്ങുക എന്നർത്ഥം. മാമോദീസ എന്ന വാക്ക് ഒരു സുറിയാനിപദമാണ്. അതിൻ്റെ അർത്ഥം കഴുകുക എന്നാണ് അർത്ഥം. കുളിക്കുക എന്നൊക്കെ അർത്ഥം വരും, കഴുകുക. അപ്പം ആത്മാവിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീരുക, പുതിയൊരു ഉദരമായി മാറുക എന്നതിൻ്റെ അർത്ഥം. അപ്പോഴങ്ങനെ മുങ്ങി മാമോദീസ സ്വീകരിച്ചിരുന്നൊരു സമ്പ്രദായം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ശിശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സാധ്യമാകണമെന്നില്ല. അല്ലെങ്കിൽ ദേവാലയത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ശിരസിലേക്ക് വിശുദ്ധ ജലം ഒഴിച്ചുകൊണ്ട് മുങ്ങുന്നതിന് പ്രതീകാത്മകമായി അവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതേ അർത്ഥം തന്നെ അവിടെ അല്ലെങ്കിൽ ജീവിക്കുന്നു. ആ അർത്ഥം തന്നെ അവിടെ കൂദാശയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള തീർച്ചയായിട്ടും അഡാപ്റ്റേഷൻസ് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ആ അടിസ്ഥാനപരമായ അർത്ഥത്തിലും ശൈലിയിലും ഒന്നും മാറ്റം വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇത്തരം റിച്വൽസ് വീണ്ടും നമ്മൾ പരിഷ്കരിക്കുമ്പോൾ ഒരു അൽമായ പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു കൂട്ടായ ചർച്ചകൾ, അത്തരം ചർച്ചകളൊക്കെ സാധാരണഗതിയിൽ സഭയിൽ ഉണ്ടാവാറുണ്ട്. ആരാധനാക്രമപരമായ കാര്യങ്ങളിൽ ഒരു ചർച്ചയിലൂടെ ഒരു പൊതു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല അതിൻ്റെ ശരി. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ആരായേണ്ടതുമാണ്. അത് വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുള്ളത് തീർച്ചയായിട്ടും അത് സ്വീകരിക്കുകയും അത് ശേഖരിക്കുകയും വേണം. പക്ഷേ ഒരിക്കലും ഒരു വോട്ട് എടുപ്പിലൂടെ എന്നതുപോലെ ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ അല്ല ആരാധനാക്രമ കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. അതൊരു സഭയുടെ വിശുദ്ധ പൈതൃകമാണ്. സഭയിൽ വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിൽ ഉൾച്ചേരുന്ന വലിയൊരു പൈതൃകമാണത്. അത് അവികലമായിട്ട് നൂറ്റാണ്ടുകളിലായിട്ട് തുടരുന്നൊരു കാര്യമാണ്. അതിനകത്തിന് സത്താപരമായിട്ടൊരു മാറ്റവും വരുത്താതെ എന്നാൽ അതിനെ കാലികമായ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ഉള്ള ഒരു ശൈലിയിൽ അല്ല ഒരിക്കലും ഒരു ആരാധനാക്രമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്.
എന്നാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിപ്രായം അന്വേഷിക്കുകയും അഭിപ്രായം സ്വീകരിക്കുകയും കാലികമായ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനപരമായ ആ ഒരു കണ്ടൻറ്റ് അതിലൊരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അത് വിശുദ്ധമായ ഒരു പൈതൃകമാണ്. അതിനെ വേണ്ടവിധം മനസ്സിലാക്കിയെടുക്കാനായിട്ട് വേണ്ട കാറ്റഗൈസിസ് കൊടുത്ത് ജനങ്ങളെ അതിന് സജ്ജമാക്കുക വേണ്ടത്. അത് ശ്ലീഹന്മാരിലൂടെ കൈമാറപ്പെട്ടത്, പിതാക്കന്മാരിലൂടെ സഭയുടെ വിശ്വാസ പൈതൃകങ്ങളിലൂടെ സഭാ പാരമ്പര്യങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നേ ഒന്നാണ്. ആ തരത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ശിശു മാമോദീസയെ പറ്റിയിട്ട് ഇവിടെ ഇതിനകത്ത് തന്നെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ശിശു മാമോദീസ ശരിയാണോ? അത് കുറച്ചുകൂടി പ്രായപൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ, ഒരാൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഘട്ടത്തിൽ, വിശ്വാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് പ്രായമാകുന്ന ഒരു ഘട്ടത്തിലല്ലേ സത്യത്തിൽ മാമോദീസ നൽകേണ്ടത് എന്നുള്ള ഒരു വാദം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ശിശു മാമോദീസയ്ക്ക് ബൈബിളിൽ തന്നെ ആധാരം ഉണ്ട്. ഈ പറയുന്ന വാദങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ സഭകളും പ്രോട്ടസ്റ്റന്റ് ചർച്ചുകളും ഒക്കെ കൂടുതലായിട്ടും മുതിർന്നവർക്ക് മാമോദീസ നൽകുന്ന ഒരു പാരമ്പര്യമാണ് തുടരുന്നത്. വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുക എന്നൊരു വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്നാൽ ശിശു മാമോദീസ നൽകപ്പെട്ടിരുന്ന സാഹചര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പല കുടുംബങ്ങൾക്കും മാമോദീസ കൊടുത്തത്. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലും അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിലൊക്കെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലൊക്കെ എസ്തഫാനോസിൻ്റെ ഭവനത്തിന് മുഴുവനായിട്ട് മാമോദീസ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ മുഴുവനായിട്ട്, ആ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുതിർന്നവർക്ക് മാമോദീസ കൊടുത്തു എന്നല്ല അവിടെ പറയുന്നത്. ആ കുടുംബം മുഴുവൻ മാമോദീസ സ്വീകരിച്ചെന്നാണ് അർത്ഥം. അപ്പോൾ മാമോദീസ ഒരു കുടുംബത്തിന് മുഴുവൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിൻ്റെ അർത്ഥം. എന്നാൽ ആദിമ ഘട്ടങ്ങളിൽ മുതിർന്നവർക്ക് മാമോദീസ കൂടുതലായിട്ട് കൊടുത്തിരുന്നു. ഇങ്ങനെ കുടുംബം മൊത്തം മാമോദീസ സ്വീകരിച്ചത് കൂടാതെ മുതിർന്നവർക്ക് മാമോദീസ കൊടുത്തിരുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വചനം ശ്രവിച്ച് വിശ്വാസം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ മുതിർന്നവരായിരിക്കും. അവർ കർത്താവിനെക്കുറിച്ചുള്ള പ്രഘോഷണം സ്വീകരിച്ചിട്ട് കൺവേർട്ടഡ് ആയിട്ട് വരുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവരായിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അല്ലേ മാമോദീസ നൽകുന്നത് കൂടുതൽ യുക്തം എന്നുള്ളതാണ് ഒരു ഉയർന്നു വരുന്ന ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്, അത് വിജാതീയരായിരുന്ന ആളുകൾ വിശ്വാസം സ്വീകരിച്ചവരാണ് മുതിർന്ന ആളുകളായിട്ട് മാമോദീസ ഒരുക്കപ്പെട്ട് മാമോദീസ സ്വീകരിച്ചത്. കാറ്റോക്കുമിനേറ്റുകൾ ഒരു 6-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അങ്ങനെ മാമോദീസ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മാമോദീസ നൽകുന്നതിന് വലിയ സാങ്കത്യമുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്നതിനെക്കുറിച്ചുള്ള ധാരണകൾ 2-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യമേ ഉണ്ടായിരുന്നത് അതങ്ങനെ ആയിരിക്കണമെന്ന് സഭാപിതാവായ ഇരണേവൂസ് 2-ാം നൂറ്റാണ്ടിലൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ തുടർച്ച വളരെ അടുത്തുള്ള 2-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഓർക്കണം, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശിശുക്കൾക്ക് മാമോദീസ നൽകുന്നത് ഉചിതമാണ് എന്ന് പറയുന്നുണ്ട്, നല്ലതാണെന്നും പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരും 3-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേനും തെർത്തുല്യൻ, സിപ്രിയാൻ, ഒരിജൻ തുടങ്ങിയ സഭാപിതാക്കന്മാരെല്ലാവരും ശിശു മാമോദീസയെ പ്രോത്സാഹിപ്പിക്കുകയും അത് ആവശ്യമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ ആ സഭയിലേക്ക് പൂർണ്ണമായി അംഗമായി തീർന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിലേക്ക് വീണ്ടും ജനിക്കുകയാണ്. മാതാപിതാക്കളുടെ വിശ്വാസമാണ് ഈ ഒരു പൈതൃകത്തിന് ആധാരമായിട്ട് ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. നമ്മൾ മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പം ആ കുഞ്ഞിനെ സമഗ്രതയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ വളർച്ച ആവശ്യമാണല്ലോ. അപ്പോൾ ശാരീരിക വളർച്ചയ്ക്ക് മാതാപിതാക്കൾ കൊച്ചിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല, അല്ലെ കുറച്ചുകൂടി വളർന്നിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുകയില്ല അല്ലേ. ഭക്ഷണം കൊടുക്കുന്നത് അതിനാവശ്യമായ മുലപ്പാൽ ചേർന്നുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും. കുഞ്ഞിൻ്റെ അനുവാദം ചോദിച്ചിട്ടില്ല. കുഞ്ഞിന് രോഗം വന്നു കഴിഞ്ഞാൽ കൊച്ചിനോട് അഭിപ്രായം ചോദിച്ചിട്ട് അല്ല, അതിൻ്റെ റീസൺസ് ആയിട്ടില്ല, അതിനിഷ്ടമില്ലേ പോലും മരുന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം എവിടെ നിഗനിക്കപ്പെടുന്നു എന്ന് അർത്ഥമില്ല. ഏറ്റവും ശ്രേഷ്ഠമായതും ഉചിതമായതും എന്താണ് കുഞ്ഞിൻ്റെ ശാരീരികവും ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെന്ന് അറിഞ്ഞിട്ട് മാതാപിതാക്കൾ നൽകി ആ ഒരു ദൗത്യം അവർ നിർവഹിക്കുകയാണ്. ആത്മീയ കാര്യങ്ങളിൽ മാത്രം അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കുഞ്ഞിന് ആത്മീയമായിട്ട് കൂടി വളർച്ച ഉണ്ടാവേണ്ടതാണ്. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ഈ 3 കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു തന്നെ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് അതിന് അറിവിൻ്റെ തലത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് തന്നെ ആഴമായ ഒരു അനുഭവത്തിലേക്ക് വരണം. അത് കുഞ്ഞിൻ്റെ അവകാശമാണ്. അത് മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് നിർബന്ധിതരും കടപ്പെട്ടവരുമാണ്. ആ അർത്ഥത്തിൽ ശിശു മാമോദീസയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ ചോദിക്കുമായിരിക്കും ഒരു പക്ഷെങ്കിൽ അവർക്ക് വിശ്വാസമില്ലല്ലോ,
വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമോ? ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ സുവിശേഷത്തിൽ തന്നെ പലതുണ്ട്. തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നത് അയാളുടെ വിശ്വാസം കണ്ടിട്ടില്ല, അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആ ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസം കണ്ടിട്ടാണ് സുഖപ്പെടുത്തുന്നത്. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത് ഭൃത്യൻ്റെ വിശ്വാസം കണ്ടിട്ടില്ല, ശതാധിപൻ്റെ വിശ്വാസം കർത്താവ് സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ജ്ഞാനസ്നാന മാതാപിതാക്കളുടെയും വിശ്വാസമാണ് കുഞ്ഞിൻ്റെ വിശ്വാസത്തിന് ആധാരമായിട്ട് നിൽക്കുന്നത്. അവിടെ കർത്താവ് അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിൽ പ്രവർത്തിക്കുന്നുണ്ട്, കൗതാശികമായിട്ട് അവിടുത്തെ സാന്നിധ്യം നൽകുന്നുണ്ട്. പരിശുദ്ധ ഋത്വം ആ കുഞ്ഞിനെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു. ത്രിയേക ദൈവം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വാസമുറപ്പിക്കുന്നുണ്ട് കൗതാശികമായിട്ട്. ഇനി ആ കുഞ്ഞിന് വളർന്നതിന് ശേഷം വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യമാണെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കാം, അത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ മാതാപിതാക്കളുടെ ദൗത്യമായ ഈ വിശ്വാസത്തിൻ്റെ കൈമാറ്റം, മാതാപിതാക്കളുടെ ദൗത്യമാണ് അത് വിശ്വാസത്തിൽ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. ആ ദൗത്യം പങ്കുവെച്ചു കൊടുക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്, കുഞ്ഞിൻ്റെ അവകാശമാണ്, മാതാപിതാക്കളുടെ കടമയുമാണ്. അതാണ് ശിശു മാമോദീസായിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അതിനകത്തൊരു തെറ്റ് പറയാനായിട്ട് ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ മാമോദീസയുടെ കൂടെ തന്നെ കുർബാന കൊടുക്കുന്ന ഒരു കുർബാനയും സ്ഥൈര്യലേപനവും മുമ്പ് സൂചിപ്പിച്ച പോലെ നൽകുന്നു. അപ്പോൾ തുടർന്ന് ഒരു ശിശുവിന് കുർബാന സ്വീകരിക്കുന്നതിൻ്റെ അത് തെറ്റുണ്ട്. ചില പള്ളികളിലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തുടർന്നും കുർബാന കൊടുക്കാറുണ്ട്. അത് ഏത് ഘട്ടം വരെ അങ്ങനെ കൊടുക്കാം? പ്രായോഗികമായൊരു ചോദ്യം അത്. വാസ്തവത്തിൽ ശിശു നിഷ്കളങ്ക വ്യക്തിയാണ്. ആ വ്യക്തി മാമോദീസായിലൂടെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയാണ് മാമോദീസ, അല്ലേ? കർമ്മപാപം എന്ന് പറയാനില്ല, ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു ശിശുവിന്. നിഷ്കളങ്ക വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കുർബാന സ്വീകരിക്കുന്നതിനകത്ത് അടിസ്ഥാനപരമായി യാതൊരു തടസ്സവും ഇല്ല. അന്ന് മാത്രമല്ല പിന്നീടും കുർബാന സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ പ്രായോഗികമായ ഒരു പ്രശ്നമുള്ളത്, കുർബാന എന്നുവരെ സ്വീകരിക്കാം എന്നാണ് ഈ കൊച്ചു പാപം ചെയ്ത് ഒരു പക്ഷെങ്കിൽ ഹൃദയം വിശുദ്ധിയിൽ നിന്ന് അകലുന്നത് എന്നൊക്കെ നിർവചിക്കാൻ എളുപ്പമല്ല. തിരിച്ചറിവിൻ്റെ കാലമാകുമ്പോൾ എപ്പോഴാണ് നിർത്തേണ്ടത്, അതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് സാധാരണയായിട്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കുന്ന ഒരു സമ്പ്രദായം പിന്നീടുണ്ട്, ആദ്യ കുമ്പസാരത്തിലൂടെ. അതുകൊണ്ട് മാമോദീസ വേളയിൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചില ആദ്യ നാളുകളിലൊക്കെ കുർബാന കൊടുക്കാം എന്നതൊഴികെ പൊതുവേ അങ്ങനെ കൊടുക്കാറില്ല. അതിനുശേഷം കൊടുക്കാറില്ലാത്തതും ഈ പ്രായോഗിക കാരണങ്ങളുടെ പേരിലാണ്. പിന്നീട് കുട്ടി വളർന്നു വന്ന് ആ ചൈതന്യത്തിൽ ലഭിച്ച വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ആ ഒരു നല്ല കൃപയിൽ, കാരണം ഈ കുദാശകൾ സ്വീകരിച്ച വ്യക്തിയാണ്, ആ കൃപയിൽ വളർന്നു വന്നുകൊണ്ട് മുൻപോട്ടെത്തി പാപത്തെയും പുണ്യത്തെയും ഒക്കെ തിരിച്ചറിയാൻ പാകമായി കഴിയുമ്പോൾ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ഈ വ്യക്തി ഒരുക്കപ്പെടുന്നു. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും വീണ്ടും മോചനം കിട്ടുകയാണ്. അങ്ങനെ നല്ലൊരു ഒരുക്കത്തോടു കൂടി ആദ്യ കുമ്പസാരം നടത്തിയിട്ട് ആഘോഷമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അതാണ് ഇപ്പോൾ തുടരുന്ന രീതി. അപ്പോൾ അതിന് ആദ്യ കുമ്പസാരം എന്ന് പറയാം. ആദ്യ കുർബാന എന്ന് പറഞ്ഞാൽ അത്ര ശരിയായിരിക്കില്ല അതിൻ്റെ അർത്ഥത്തിൽ. ആദ്യ കുമ്പസാരം, പിന്നെ ആഘോഷമായ കുർബാന സ്വീകരണം. കാരണം നല്ല ഒരുക്കത്തോടു കൂടി അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണം കൂടിയാണ്. നന്നായി പ്രാർത്ഥിച്ച് ലഭിച്ച ആ വിശ്വാസ പൈതൃകം നന്നായി ജീവിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈ ആഘോഷപരമായ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ ഇത്തരം കുർബാന സ്വീകരണമാണെങ്കിലും മാമോദീസയാണെങ്കിലും അതിൻ്റെ ആഘോഷങ്ങളുടെ ഒരു പരിധി വിടുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ട രീതിയിൽ ധൂർത്തിലേക്ക് അത് വഴിമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്ക് ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ ഇതിന് കൊടുക്കാനായിട്ട് സഭയുടെ ഭാഗത്തുനിന്നൊരു ഒരു കടമയില്ലേ അതിന്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ കാര്യം ശരിയുമാണ്. അത് മാമോദീസായിൽ മാത്രമല്ല കല്യാണത്തിനും ചിലപ്പോഴൊക്കെ ഓർഡിനേഷന് പോലും സംഭവിക്കാറുണ്ട്. നമ്മളത് കൃത്യമായിട്ട്, ഓർഡിനേഷനൊക്കെയാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർഡിനാന്തിയോട് നേരത്തെ തന്നെ പറയും, അനാവശ്യമായ ആഘോഷങ്ങൾ പാടില്ല, അതിനെ ആത്മീയമായിട്ട് ആയിരിക്കണം അത് എന്ന് പറയും. വിവാഹത്തിനാണേലും അത് പാലിക്കേണ്ടതാണ്. മാമോദീസായിലും അതുപോലെ ഈ ആഘോഷമായ കുർബാന സ്വീകരണത്തിലും ഒക്കെ ലാളിത്യം പാലിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതൊരു ആത്മീയമായ ഒരു കൂദാശ സ്വീകരണം ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാം ഒരു നല്ല സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന, ഒരുമിച്ച് വരുന്ന ഒരു അവസരവും കൂടിയാണത്. അപ്പോൾ അങ്ങനത്തെ അവസരത്തിൽ ഒരു ന്യായമായ രീതിയിലുള്ള ഒരു ആഘോഷമൊക്കെ വേണം. പക്ഷെ ഒരിക്കലും അത് ധൂർത്താകാൻ പാടില്ല. അതൊരിക്കലും അതിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത വിധമുള്ള ഒരു വിഭവവും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ആ വലിയ പവിത്രമായ കൂദാശയുടെ അർത്ഥം കെടുത്തിക്കളയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനസ്നാന മാതാപിതാക്കൾ എന്ന ഒരു വിഭാഗമുണ്ട്. ഒരുപക്ഷെ ചോദ്യത്തിനകത്ത് വന്നിട്ടില്ല. ജ്ഞാനസ്നാന മാതാപിതാക്കളെക്കുറിച്ചും ആളുകൾക്ക് ഒരുപക്ഷെ ഈ സമയത്ത് അറിവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കരുതുകയാണ്. തീർച്ചയായും മാതാപിതാക്കളുടെ ദൗത്യം എന്ന് നമ്മൾ പറഞ്ഞു.
ഈ കുഞ്ഞിന് വിശ്വാസം പകർന്നു കൊടുത്ത് അതിൽ വളർത്തിയെടുക്കാനുള്ള ദൗത്യം അവർക്കുണ്ട്. അവർ മാമോദിസ കൊടുക്കുന്നതിന് തയ്യാറാകുന്നു എന്ന് മാത്രമല്ല, അത് തുടർന്ന് ആ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു കടമ കൂടി അവർക്കുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് ഈ കടമ നിർവഹിക്കേണ്ട ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ് ജ്ഞാനസ്നാന മാതാപിതാക്കൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. മാമോദിസ കഴിഞ്ഞാൽ അവർക്ക് തിരികെ പോകാം, പിന്നൊന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. തുടർന്നും ആ കുഞ്ഞിൻ്റെ ആത്മീയ വളർച്ചയിൽ താങ്ങും തണലുമായിട്ട് നിൽക്കാൻ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാനുള്ള കടപ്പാട് അവർക്കുണ്ട്. അവരെ ഓർത്തിരിക്കേണ്ടതുമാണ് ഓരോ വ്യക്തിയും. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദൗത്യം അവർക്കുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ മാമോദിസ പരികർമ്മ വേളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും മാമോദിസ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പരികർമ്മം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ കൃപകൾ, അതിനോട് ചേർന്ന് സ്വീകരിക്കുന്ന തൈലാഭിഷേകം, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന വലിയ ധൈര്യവും കൃപയും ശക്തിയും ആത്മാഭിഷേകവും, ഒപ്പം പരിശുദ്ധ കുർബാനയിലൂടെ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഈശോ മിശിഹായുമായുള്ള അഗാധമായ ഒരു ബന്ധം, അതെല്ലാം വേണ്ട വിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൃപയിൽ വിശുദ്ധിയിൽ വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് ലഭിച്ച മാമോദിസായുടെ കൃപയും അനുഗ്രഹവും, സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ കൃപാവരങ്ങളും, അടുക്കലടുക്ക സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങളും എല്ലാം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, വളർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരു ഉത്തരം ലഭിച്ചുവെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു സംശയം ഒത്തിരിയേറെ പേർക്ക് വെളിച്ചം കിട്ടാനായിട്ട് സഹായകമായി. ശിശു മാമോദിസായും എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നുള്ളതിന് നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചു. ദൈവം തീർച്ചയായിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് എല്ലാവർക്കും വേണ്ടി, എല്ലാ വിശ്വാസ സമൂഹത്തിനും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അങ്ങിൽ ഒന്നായി തീർന്നുകൊണ്ട് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയിൽ വളർന്ന് വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആനന്ദത്തോടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാർ തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപയുടെ നീർച്ചാലുകളാണ് ഓരോ കൂദാശകളും. ആ കൂദാശകൾ കൂടുതൽ അർത്ഥവത്തായി നമുക്ക് സ്വീകരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.